സഹൃദയരെ ഭക്ഷണ വിശ്വാസികളെ, ഞാൻ കുറച്ച് ദിവസം മുന്നേ ഇൻസ്റ്റാഗ്രാമിനകത്തൊരു പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ ഏറ്റവും നല്ല മന്തിയുള്ള കട ഏതാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾ കമന്റ് ചെയ്യുമ്പോൾ അതനുസരിച്ച് ഞാൻ പോൾ ഇട്ട് ആ പോളിൽ നിന്ന് ഏറ്റവും കൂടുതൽ വരുന്ന 2 ഷോപ്പ് ഞാൻ വിസിറ്റ് ചെയ്തിട്ട് ആ ഷോപ്പിനെ കുറിച്ചുള്ള റിവ്യൂ ഞാൻ നിങ്ങൾക്ക് തരുമെന്നായിരുന്നു ആ പോള്. അതിൽ നിന്ന് എനിക്ക് ഒരുപാട് ഷോപ്പ് 10-400 മെസ്സേജും കിട്ടി. ഞാൻ സോർട്ട് ചെയ്തെടുത്തതിൽ 2 ഷോപ്പിന്റെ പേരാണ് ഏറ്റവും കൂടുതൽ തിരുവനന്തപുരത്തെ ഏറ്റവും ബെസ്റ്റ് മന്തി എന്ന് പറയുന്ന ഷോപ്പിൽ വന്നത്. ഒന്ന് മന്തി മനസ്സിൽ, പിന്നെ ഒന്ന് സേറൽ മന്തി. ഇതിൽ ഞാൻ 2 ഷോപ്പും വിസിറ്റ് ചെയ്തു. മന്തി മനസ്സിൽ ഞാൻ വിസിറ്റ് ചെയ്തത് കഴക്കൂട്ടമുള്ള ഔട്ട്ലെറ്റിലാണ്. സേറൽ മന്തി ആറ്റിങ്ങൽ ആലങ്കോടുള്ള ഔട്ട്ലെറ്റിലാണ് വിസിറ്റ് ചെയ്തത്. ഇവിടുന്ന് 2 ഓരോ ക്വാർട്ടർ മന്തി, നോർമൽ മന്തി വാങ്ങിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്ത് അതിന്റെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരും. ഓക്കെ, ഞാൻ ആദ്യം പോയത് സേറൽ മന്തിയിൽ നിന്ന് ഒരു മന്തി വാങ്ങാനാണ്. അവിടെ ചെന്നപ്പോൾ അവിടുത്തെ ഒരുപാട് വെറൈറ്റി മന്തിയുടെ മെനു അവിടെ ഇരിക്കുന്നത് കണ്ടു. അതിനെല്ലാം ഞാൻ മാറ്റി വെച്ചിട്ട് നോർമൽ മന്തിയാണ് ഓർഡർ ചെയ്തത്. അവിടെ പെരി പെരി, അൽഫാം, ഹണി ചില്ലി, റിബ് മന്തി, മട്ടൻ മന്തി, ബീഫ് മന്തി ഇതൊക്കെ ഉണ്ട്. പക്ഷെ ഇതൊന്നും എനിക്ക് വേണ്ട. കാരണം മന്തി എന്ന് പറയുമ്പോൾ നമ്മൾ നോർമൽ മന്തിയിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എന്നല്ലേ അതിന്റെ ഒരു എത്നിസിറ്റി, അതിന്റെ ഒരു ഒത്തന്റിസിറ്റി നമുക്ക് മനസ്സിലാവുള്ളൂ. ശരിക്കും ഞാനൊരു ഫുഡ് ബ്ലോഗ് അല്ല ഉദ്ദേശിക്കുന്നത്. ഫുഡ് ബ്ലോഗിന് ചെയ്യാൻ വേണ്ടി ഇവിടെ ഒരുപാട് ഫുഡ് ബ്ലോഗേഴ്സ് ഉണ്ടല്ലോ. സോ ഷോപ്പ്, ആ എൻ്റയർ സ്പേസ്, ഹൈജീൻ ഇതൊക്കെ നോക്കിയിട്ടുള്ള ഒരു റിവ്യൂ പോലെയാണ് ഞാൻ ഇതിനെ കാണുന്നത്. അല്ലാതെ സാധാരണ ഒരു ഫുഡ് മാത്രം വാങ്ങിച്ച് പ്രൊമോട്ട് ചെയ്യാനും ഫുഡ് നോക്കി റിവ്യൂ ഇടാനുമുള്ള ആൾക്കാരോട് ഉള്ളപ്പോൾ, എന്നെക്കാളും നല്ലപോലെ അത് ചെയ്യുന്ന ആൾക്കാരോട് ഉള്ളപ്പോൾ ഞാൻ എന്തിനത് പറയണം? സേറൽ മന്തി ആക്ച്വലി ക്വൈറ്റ് ഗുഡ്. ഞാൻ നോക്കുമ്പോൾ സൺഡേ ദിവസം ഒരു 7-8 മണി സമയത്താണ് ആക്ച്വലി ഞാൻ അവിടെ പോയത്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, പക്ഷെ നല്ല സ്പേഷ്യസ് ആണ്. പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ഹൈവേയുടെ നേരെ സൈഡിലാണ് ഷോപ്പ് ഉള്ളത്. ഒരു 10-15 വണ്ടി ഒറ്റയടിക്ക് ഇടാൻ പറ്റുന്ന ഒരു സ്പേസ് ഉണ്ട്, പാർക്കിംഗ് സ്പേസ്. കുറച്ച് ബൈക്കുകളും സൈഡിൽ വെക്കാം. മെയിൻ ആയിട്ട് എനിക്ക് അവിടുത്തെ ഹൈലൈറ്റ് ആയിട്ട് തോന്നി അവരെ കിച്ചൺ പുറത്താണ് ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് കിച്ചൺ കാണാൻ പറ്റും. കുഴിമന്തി ഉണ്ടാക്കുന്ന കുഴിയുന്ന ആ ബണ്ടവരൊക്കെ വലിച്ച് പൊക്കിയെടുക്കുന്നത് നമുക്ക് പുറത്തുനിന്ന് തന്നെ വേണമെങ്കിൽ കാണാൻ പറ്റും. സ്റ്റാഫോട് നല്ല അറ്റൻറ്റീവ് ആണ്. നല്ല തിരക്കുണ്ടായിട്ട് പോലും നമ്മൾ അവിടെ പോയി ചോദിക്കുമ്പോൾ അവർ മുഖം തിരിച്ച് പോകുന്നില്ല. ചില കടകളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും അവർ ഓക്കെ എന്ന് പറഞ്ഞാൽ ഓടി. ഇവർ നിന്ന് എന്താണ് വേണ്ടതെന്ന് ചോദിച്ച് റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. കൗണ്ടർ ഇരിക്കുന്ന സ്റ്റാഫിലാണെങ്കിൽ എല്ലാവരും നല്ലപോലെയാണ് ഹാൻഡിൽ ചെയ്ത കാര്യങ്ങൾ. പിന്നെ ബാത്റൂം, നമ്മൾ ഏതെങ്കിലും ഒരു ഹോട്ടൽ റെസ്റ്റോറൻറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ബാത്റൂം ശ്രദ്ധിക്കാറില്ല. ബാത്റൂമിൽ കയറി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ അയ്യോ തലയിൽ കൈവച്ചു. പക്ഷെ ഇവിടെ ഇത്രയും തിരക്കുണ്ടായിട്ട് നല്ല വൃത്തിയോടെയാണ് ഒരു ബാത്റൂം ഇട്ടുന്നത്. അതുപോലെ വാഷ് ഏരിയ പൊതുവെ നമ്മൾ കാണുമ്പോഴത്തേക്കും അഴിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ തുപ്പി, അല്ലെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ഓരോന്ന് ഇട്ടുന്ന ചോറിന്റെ അംശങ്ങളും വൃത്തിയില്ലാതെയൊക്കെ പോകും. അത് മലയാളികളുടെ ഒരു വൃത്തിയുടെ സ്വഭാവം കൂടിയാണ് കേട്ടോ. നമ്മൾ ക്ലീൻ ആക്കത്തില്ല. നമ്മൾ തോന്നിയ പോലെ, നമ്മളെ വീടല്ലോ, അപ്പൊ നമുക്ക് തോന്നിയ പോലെ ചെയ്തിട്ട് പോകാം. ആ ഒരു ടെൻഡൻസി ഉണ്ട്. പക്ഷെ ഇത്രയും തിരക്കുണ്ടായിട്ട് പോലും അവർ വാഷിംഗ് സ്റ്റാഫുകൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുന്നുണ്ട്. സോ അത് 2 നല്ലതാണ്. പിന്നെ അവിടെ മജ്ലിസ് ഉണ്ട്. ആക്ച്വലി 2-3 മജ്ലിസ് ഉണ്ട്. ഏകദേശം 10-20 മിനിറ്റ് ആണ് എനിക്ക് അവർ ഒരു ക്വാർട്ടർ മന്തിക്ക് സമയം പറഞ്ഞത്. പാഴ്സലിന് സമയം പറഞ്ഞത്. കാര്യം നല്ല തിരക്കുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ 20 മിനിറ്റ് എടുത്ത് സമയം ആവശ്യപ്പെട്ടു. ഓക്കെ ഫൈൻ. പക്ഷേ ഞാൻ ശ്രദ്ധിച്ച വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാഴ്സലിന് വേണ്ടി സെപ്പറേറ്റ് ഒരു കൗണ്ടർ അവിടെ ആക്ച്വലി ഇല്ല. അത് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിരുന്നു, അല്ലെങ്കിൽ കുറച്ചുകൂടി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് കാര്യങ്ങൾ നടന്നു പോയതെന്ന് എനിക്കൊരു പേഴ്സണൽ അഭിപ്രായമുണ്ട്. കാരണം ഷോപ്പിനകത്ത് കയറിയപ്പോഴത്തേക്കും ഈ കൗണ്ടറിന്റെ ഭാഗത്ത് ആൾക്കാർ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ്. പാഴ്സൽ ഓർഡർ ചെയ്തിട്ട് അവിടെ നിൽക്കുകയാണ്. പുറത്തിറങ്ങി അല്ല നിൽക്കുന്നത്. കൂടുതലും പേര് അകത്ത് തന്നെ ഇങ്ങനെ നിൽക്കുകയാണ്. ഇപ്പൊ കിട്ടും എന്ന് പറഞ്ഞിട്ട് ഒരു 10-20 മിനിറ്റ് സമയമൊക്കെ പറഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി നിൽക്കാൻ ശ്രമിക്കുക ഒന്നാമത്തെ ദിവസം. പിന്നെ അവർക്ക് സെപ്പറേറ്റ് ഒരു പാഴ്സൽ കൗണ്ടർ ഇല്ല. ഇത്രയും സെറ്റപ്പ് ആയിട്ട് ഒരു ഷോപ്പുകൾ ഇപ്പോൾ ഒരുപാട് ഔട്ട്ലെറ്റ് ഒക്കെ വന്നിട്ടുണ്ട്. ഇനിയുള്ള ഷോപ്പുകളിലൊക്കെ ഇങ്ങനെ ഇത്രയും തിരക്കുള്ളടയാണെങ്കിൽ കുറച്ചുകൂടി ഒന്ന് ഓർഗനൈസ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് പാഴ്സൽ വാങ്ങാനായിട്ട് എളുപ്പമായിരിക്കും. ഇങ്ങനെ സംവിധാനം ആക്ച്വലി സംസമിൽ കണ്ടുകൊണ്ട് അവർക്ക് ഇതുപോലെ പാഴ്സലിന് സെപ്പറേറ്റ് ഒരു കൗണ്ടർ നമ്മൾ ബില്ല് ചെയ്ത് അവിടെ പാഴ്സൽ പോയി നമുക്ക് അവിടെ നിന്ന് വാങ്ങിക്കാം. അങ്ങനെ ഒരു സിസ്റ്റം അവിടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചൊരു ബെറ്റർ ആയിരുന്നു. പാഴ്സൽ പൊതിയുന്നേ പാഴ്സൽ എടുക്കുന്ന സംവിധാനവും നമ്മുടെ ഓപ്പൺ കിച്ചന്റെ ഒരു സൈഡിൽ ഒരു ടേബിൾ വലിച്ചിട്ട് അതിന്റെ മുകളിൽ 3-4 സ്റ്റാഫ് നിന്ന് ചെയ്യുന്നതാണ്. സ്റ്റാഫിന് മാൻ പവർ അവർക്ക് നന്നായിട്ടുണ്ട്. പക്ഷേ സ്റ്റാഫ് നിൽക്കുന്നുണ്ടെങ്കിലും ടേബിളിന്റെ മുകളിൽ ഇതെല്ലാം കൂടെ വലിച്ചുവാരി ഇട്ടിട്ട് ചെയ്യുമ്പോഴത്തേക്കും എഫിഷ്യന്റ് ആയിട്ട് പെട്ടെന്ന് നമുക്ക് പാഴ്സൽ പോകണമെന്നില്ല. ടേക്ക് അവേ ഒരു അവശ്യ ഘടകമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു സെപ്പറേറ്റ് കൗണ്ടറോ അല്ലെങ്കിൽ അതിനൊരു സിസ്റ്റം ഉണ്ടായി കഴിഞ്ഞാൽ കുറച്ചുകൂടി ഈസി ആയിരിക്കും. കാരണം അതിനകത്താണ് നിൽക്കുന്ന റഷൻ കുറയും. അത് മാത്രമാണ് എനിക്ക് അവിടെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്തത്. കാരണം നമ്മൾ തുറന്ന് അകത്ത് കയറുമ്പോഴത്തേക്കും അകത്ത് കുറെ പേര് കൂടി നിൽക്കുന്നു. പിന്നെ മൈനൈസ് ഒക്കെ ഞാൻ നോക്കിയപ്പോൾ ഡപ്പയിൽ നിറച്ചിട്ട് സോസ് ബോട്ടിൽ നിറച്ചിട്ട് അവിടെ ടേബിൾ വെച്ചേക്കുന്നു. അത് നല്ലൊരു ഐഡിയ ആണ്. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്നുണ്ട്, എടുത്ത് ഒഴിച്ച് കഴിക്കാം. കിച്ചൻ അകത്തുനിന്ന് സ്റ്റാഫ് ആണെങ്കിലും ക്യാപ്പ് യൂസ് ചെയ്യുന്ന ഹൈജീൻ പ്രാക്ടീസസ് എല്ലാം അവർ അത്യാവശ്യം നോക്കുന്നുണ്ട്. പിന്നെ റഷൊക്കെ വരുമ്പോഴത്തേക്കും നമുക്കറിയാലോ, ചിലപ്പോൾ നമുക്ക് കുറച്ച് ചെറിയ ബുദ്ധിമുട്ടൊക്കെ വരും. അത് നമ്മൾ ചെറിയ അഡ്ജസ്റ്റ് ചെയ്യും. പക്ഷേ എങ്കിൽ പോലും അവർ നല്ല ക്ലീൻ ആയിട്ട് ഹൈജീൻ ആയിട്ടാണ് അത് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. ഞാൻ അത് കുറച്ച് നേരം ഞാൻ വാച്ച് ചെയ്തായിരുന്നു അവിടെ നിന്ന്. അപ്പോൾ ഓവറോൾ ഷോപ്പിന്റെ ഒരു അറ്റ്മോസ്ഫിയറും ഷോപ്പും ആംബിയൻസ് എന്ന് പറയാനായിട്ട് നമുക്ക് ഇതിനകത്ത് ഇങ്ങനത്തെ ഷോപ്പുള്ള ആംബിയൻസ് ഒന്നുമില്ല. പിന്നെ മജ്ലിസ് ഉള്ളതാണ് ആക്ച്വലി അവിടുത്തെ ഒരു പ്ലസ് പോയിന്റ്. മൊത്തത്തിൽ ഷോപ്പിന്റെ പരിസരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളൊക്കെ നല്ല വൃത്തിയായിട്ട് അവർ ക്ലീൻ ആൻഡ് നീറ്റ് ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. റഷ് ഉണ്ടെങ്കിൽ തിരക്കുണ്ടെങ്കിൽ പോലും അവർ അതിനൊന്നും കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പാർക്കിംഗ് ആണെങ്കിൽ പോലും സെക്യൂരിറ്റി ആണെങ്കിലും പോലും അറ്റൻറ്റീവ് ആണ്. സെക്യൂരിറ്റി വന്ന് നമുക്ക് പാർക്കിങ്ങിന്റെ കൂടെ നിന്ന് അവർ വണ്ടി എടുക്കാനും മാറ്റാനും ഒക്കെ അയാൾ പറഞ്ഞു തന്നിട്ടുണ്ട്. നമ്മൾ ഇറങ്ങി പോകാൻ സമയത്ത് കയറി വന്നപ്പോഴൊക്കെ സെക്യൂരിറ്റി നമ്മളെ കൂടെ ഉണ്ട്. പുള്ളിക്കാരന്റെ പണി നല്ല വൃത്തിയായി ചെയ്തിട്ടുണ്ട്. സോ ഓവറോൾ ടേക്ക് അവേ കൗണ്ടറിന്റെ കാര്യം ഒഴികെ ബാക്കിയൊന്നും എനിക്ക് വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. അവിടെ ഇങ്ങനെ ആൾ കൂടി നിൽക്കുന്നതുകൊണ്ട്. അതിനുശേഷം പിന്നെ ഞാൻ പോയത് മന്തി മനസ്സിലാണ്. ഏകദേശം 8:30 മണിയൊക്കെ ആയി മന്തി മനസ്സിൽ ഞാൻ എത്തിയപ്പോൾ അവിടെ ചെന്നിട്ട് ഒരു ക്വാർട്ടർ ഓർഡർ ചെയ്തു. ഇവിടെ 189 രൂപയാണ്, മറ്റടുത്ത് 180 രൂപയാണ് ഒരു ക്വാർട്ടർ മന്തിക്ക്. മന്തി മനസ്സിൽ താരതമ്യേന സേറൽ മന്തിയേക്കാളും വലിയ ഷോപ്പാണ്. ഞാൻ കഴക്കൂട്ടുള്ള ഷോപ്പിലാണ് പോയത്. ടെക്നോപാർക്ക് കഴിഞ്ഞാൽ പാലിറങ്ങി വരുമ്പോൾ ഉള്ള സൈഡിലെ ഷോപ്പിലാണ് ഞാൻ പോയത്. അത്യാവശ്യം വലിയ ഷോപ്പാണ്. ഇതിനേക്കാളും നല്ല സ്പേസ് ഉണ്ട്. ഒരുപാട് പേർക്ക് ഒറ്റ ടൈം ഇരിക്കാൻ പറ്റും. ഡൈനിങ് ഏരിയ ഭയങ്കര വലുതാണ്. 2-3 സെക്ഷൻ ആയിട്ട് തന്നെ ഉണ്ട്. കയറി ചെല്ലുമ്പോൾ പിന്നെ അകത്തോട്ട് പിന്നെ വളഞ്ഞ് തിരിഞ്ഞൊക്കെ ഉണ്ട്. പക്ഷെ മജ്ലിസ് എന്ന് പറഞ്ഞ സംവിധാനം അവിടെ ഇല്ല. ഇനി അവർ മജ്ലിസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ അകത്ത് കയറിയപ്പോൾ കണ്ടില്ല അങ്ങനെ സംവിധാനം ഉണ്ട്. അത് ഇല്ലെന്നാണ് എന്റെ അറിവിൽ. ഞാൻ നോക്കിയപ്പോഴത്തേക്കും ഞാൻ കണ്ടില്ല. പിന്നെ അവിടെ ടേബിൾ അറേഞ്ച്മെന്റ് കുറച്ച് കൺജസ്റ്റഡ് ആണോ എന്ന് എനിക്ക് തോന്നിപ്പോയി. ഇനി അതങ്ങനെ ഇട്ടേക്കുന്നതാണോ, ചിലപ്പോൾ നമുക്ക് അകത്തോട്ട് കയറുമ്പോൾ ഭയങ്കര തിക്കും തിരക്കും ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടി ചെയ്തേക്കണമെന്ന് എനിക്ക് അറിയില്ല. ഒരു ട്രിക്കും ആവാം. പക്ഷെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് നമ്മൾ ഭയങ്കര അടുത്തടുത്താണ് ആൾക്കാർ ഇരിക്കുന്നത്. അപ്പോൾ ഒരു ടേബിളിനകത്ത് ഒരു വട്ടം ചുറ്റി ആൾ ഇരിക്കുമ്പോൾ തൊട്ടടുത്ത്
തൊട്ടടുത്ത് ചേർന്ന് ആൾക്കാർ ഇരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തു. അവരുടെയും ബാത്റൂമും വാഷിംഗ് ഏരിയ ഒക്കെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ അവിടെ ഇവിടെയും ചെറിയ രീതിയിൽ നമ്മുടെ മലയാളികളുടെ വൃത്തിയുടെ സ്വഭാവം കാരണം ടിഷ്യൂ പേപ്പർ വലിച്ചെറിഞ്ഞേക്കുവാണ്. ഈ വാഷിംഗ് ഏരിയയിൽ കൈയൊക്കെ തുടച്ച് ടിഷ്യൂ പേപ്പർ എടുത്ത് അവിടെ ഇവിടെ ഇട്ടേക്കുന്നു. അതിന്റെ തൊട്ട് സൈഡിൽ തന്നെ എസ്റ്റഡിയും ഇരിപ്പുണ്ട്, അവിടെ ഇടൂല, തറയിലും ഇട്ടേക്കുവാണ്. ഈ ഒരു വൃത്തിയുടെ സ്വഭാവം നിങ്ങൾ പ്രത്യേകിച്ച് ആരെങ്കിലും ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ മതിയാക്കണം. ഇങ്ങനെ പോയിട്ട് വലിച്ചെറിയുക, നിങ്ങൾ കഴിച്ചതിന്റെ വേസ്റ്റ് ബിമ്മിൽ കൊണ്ട് ഇടുക. അവർ 2 ബാത്റൂമും വാഷ് ഏരിയ ഒക്കെ നല്ല ക്ലീൻ ആൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്, അവിടത്തെക്കാളും പാർക്കിംഗ് സ്പേസ് ഇവിടെ ഉണ്ട്. വണ്ടി നല്ലോണം കയറ്റിടാൻ പറ്റും. സെക്യൂരിറ്റി ചേട്ടൻ വന്ന് നമ്മളെ വണ്ടിയൊക്കെ കയറ്റിടാൻ സംവിധാനം ചെയ്തു തന്നു. പുറത്തുകൂടെ അകത്തുകൂടെ നല്ല പാർക്കിംഗ് സ്പേസ് ഉണ്ട്. ആസ് യൂഷ്വൽ സ്റ്റാഫുകൾ നല്ല അറ്റൻറ്റീവ് ആണ്. ഓർഡർ ചെയ്യുന്ന പയ്യനാണെങ്കിലും ഒക്കെ നല്ല അറ്റൻറ്റീവ് ആണ്. തിരക്കുണ്ട് എന്ന് കരുതിയിട്ട് അവർ നമ്മളെ നെഗ്ലക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യുകയോ അല്ലെങ്കിൽ വേണമെങ്കിൽ വാങ്ങിച്ചിട്ട് പോകാൻ ആറ്റിറ്റ്യൂഡ് ഒന്നുമല്ല. നല്ല സ്റ്റാഫുകളാണ്. രണ്ടിടത്തും എനിക്ക് അതാണ് ഫീൽ ചെയ്യാറുള്ളത്. ഒരു പോസിറ്റീവ് കാര്യമായിട്ട് എടുത്ത് പറയാൻ പല സ്റ്റാഫുകളും പൈസ വാങ്ങിച്ച് വീട്ടിൽ പോകുന്നുള്ള പരിപാടിയാണ്. അങ്ങനെ എല്ലാ ആത്മാർത്ഥമായിട്ട് നിൽക്കുമ്പോഴേ നമ്മൾ വരുന്ന കസ്റ്റമേഴ്സിനും അതൊരു സന്തോഷം ഉണ്ടാക്കുള്ളൂ. സോ ആ വയസ്സ് രണ്ടിടത്തും സ്റ്റാഫുകളൊക്കെ നല്ലതാണ്. ഇവിടെയും വെറൈറ്റീസ് ഓഫ് മന്തി ഒരുപാടുണ്ട്. മട്ടൻ, ചിക്കൻ എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട്. അവിടെ ഉള്ള ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസ് ഇവിടെ ഉണ്ട്. പക്ഷേ 1-2 ഐറ്റംസ് അവിടെയാണ് കൂടുതൽ. കാരണം അഫ്ഗാനി മന്തിയെ കൊണ്ട് ഇവിടെ അങ്ങനത്തെ സാധനങ്ങളൊന്നും ഞാൻ കണ്ടില്ല. 2 ഷോപ്പുകളിലും റൈസ് അവിടെ ഇരുന്ന് കഴിച്ചാൽ ഫുള്ള് വാങ്ങിച്ച അൺലിമിറ്റഡ് ആണ്. ഇനി പാഴ്സൽ പറയുമ്പോൾ ഇവിടെയും പാഴ്സലിന് പ്രത്യേകം കൗണ്ടറില്ല. പക്ഷെ ഒരു ഗുഡ് തിങ്, അവർക്കൊരു സോഫ 2 സൈഡിലും കൗച്ച് ഇട്ടിട്ടുണ്ട്. ആ കൗച്ചിൽ നമുക്ക് ഇരിക്കാം. അതുകൊണ്ട് ആ ഫ്രണ്ടിൽ കയറി നിന്ന് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കൺജസ്റ്റ് ആയിട്ടൊരു ഫീൽ നമുക്ക് അവിടെ കിട്ടൂല. കാരണം സോഫയിൽ ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ട് അവിടെ സ്പേസ് ഉണ്ട്. അപ്പൊ നമുക്ക് അകത്തോട്ട് നിന്ന് കയറുമ്പോഴത്തേക്കും ആൾക്കാർ അവിടെ കൂടി നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതെന്തായാലും ഒരു ഗുഡ് മൂവ് ആയിരുന്നു. നിങ്ങൾക്കും വേണമെങ്കിൽ ഇത്രയും ഒരുപാട് ഷോപ്സ് ഒക്കെ ആയതുകൊണ്ട് ഒരു പാഴ്സലിന് അല്ലെങ്കിൽ ഒരു ടേക്ക് അവേ കൗണ്ടർ സെപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചൊരു ബെറ്റർ ആയിരിക്കും. മന്തിയല്ലേ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ജേറൽ മന്തിയിൽ നിന്ന് പാഴ്സൽ തരുന്നതിനേക്കാൾ വേഗത്തിൽ ഇവർ എനിക്ക് പാഴ്സൽ തന്നു. അതിനേക്കാൾ തിരക്ക് ഇവിടെ ഉണ്ടായിട്ട് പോലും മേ ബി ലൈക്ക് അത് മാൻ പവറിന്റെ കാര്യമായിരിക്കും. അതൊരു നെഗറ്റീവായിട്ട് ഞാൻ പറഞ്ഞില്ല. അവിടെ ഒരു 20 മിനിറ്റ് എനിക്ക് എടുത്തെങ്കിൽ 10 മിനിറ്റ് കൊണ്ട് എനിക്ക് സാധനം കൈ തന്നു. രണ്ടിടത്തും എൻ്റെ അടുത്ത് പറഞ്ഞു പുതിയ ചെമ്പ് പൊട്ടിച്ച്. ഇവിടെ അത് പറഞ്ഞു, മറ്റിടത്ത് ഞാൻ അത് കണ്ടു. ജേറൽ മന്തിന് ഞാൻ അവിടെ നിന്നപ്പോഴത്തേക്ക് ഒരു ചങ്ങനയിൽ വലിച്ചൊരു സാധനം പൊട്ടിക്കുന്ന ഞാൻ കണ്ടായിരുന്നു. സോ അപ്പോൾ അതുകൊണ്ടായിരിക്കും അവർക്ക് 20 മിനിറ്റ് എടുത്തത്. പക്ഷേ അതേപോലെ ഇവരും പറഞ്ഞു പൊട്ടിക്കുന്നേ ഒരു 10 മിനിറ്റ് എടുക്കുമെന്ന് പറഞ്ഞു. കൃത്യമായിട്ട് ഒരു 10 മിനിറ്റ് സമയത്ത് എനിക്ക് സാധനം കയ്യിൽ തരുകയും ചെയ്തിട്ടുണ്ട്. ഷോപ്പിന്റെ പരിസരം, ഷോപ്പിന്റെ അകവും ഫ്ലോറും ഒക്കെ നല്ല ക്ലീൻ ആൻഡ് വെടിപ്പായിട്ടിട്ടുണ്ട്. സ്റ്റാഫുകളെല്ലാം നല്ല രീതിക്ക് നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള സ്റ്റാഫുകളാണ് നിന്നതും. എനിക്ക് അൺഹൈജീനിക് പ്രാക്ടീസസ് ആയിട്ടൊന്നും ഞാൻ പെട്ടെന്ന് എന്റെ ശ്രദ്ധയിൽ പെട്ടിട്ടില്ല. ഷോപ്പിനകത്തൊക്കെ ഞാൻ കയറി നോക്കി. കിച്ചൺ എനിക്ക് കാണാൻ പറ്റില്ല. കാരണം ജേറൽ മന്തിയുടെ കിച്ചൺ പോലല്ല, ഇവർ അകത്താണ് കിച്ചൺ ഇരിക്കുന്നത്. അപ്പൊ നമുക്ക് പെർമിഷൻ ഇല്ലാതെ അകത്ത് കയറാൻ പറ്റില്ല. സോ അതുകൊണ്ട് എനിക്ക് കിച്ചൺ ഞാൻ കണ്ടില്ല. ബട്ട് അല്ലാത്ത പക്ഷം ടേബിളിലൊക്കെ കഴിച്ച ഭക്ഷണങ്ങൾ അവിടെ ഒരുപാട് വിതറിയിട്ടിരിക്കുകയോ ഒരുപാട് നേരം ഇരുന്നതായിട്ടൊന്നും ഞാൻ കണ്ടില്ല. രണ്ടിടത്തും ഞാൻ അത് കണ്ടിട്ടില്ല കേട്ടോ. അവർ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ചെയ്ത് മാറ്റുന്നുണ്ട്. രണ്ടിടത്തും നല്ല ഷോപ്പുകളാണ്. നല്ല വൃത്തിയോട് കൂടിയാണ് ആഹാരം വിളമ്പുന്നത് എന്നുള്ള ഒരു ഫീലാണ് എനിക്ക് അവിടെ നിന്ന് കിട്ടിയത്. കുറച്ചൊരു സ്പേഷ്യസ് ആയിട്ടുള്ള പാർക്കിംഗ് സ്പേസ് ഉള്ള ഒരു ഷോപ്പാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ജേറൽ മന്തിയേക്കാളും ഒരു അടി മുന്നിലാണ് മന്തി മനസ്സിൽ. കാരണം ഇതൊരു വലിയ ഷോപ്പാണ്. ബട്ട് എന്ന് കരുതി മറ്റത് ചെറുതും കുറവല്ല. പാർക്കിംഗ് സ്പേസ് താരതമ്യേന കുറച്ച് കുറവാണെങ്കിലും അവിടെ നിങ്ങൾക്ക് നല്ല അക്കോമഡേഷൻ ഉണ്ട്. നല്ലപോലെ ആൾക്കാർക്ക് ഇരുന്ന് കഴിക്കാനുള്ള നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഷോപ്പ് തന്നെയാണ് രണ്ടും. ഇനി ഫുഡ് ഇത് നമുക്ക് ഇനി കഴിച്ചുകൊണ്ട് പറയാം. ആദ്യം ജേറൽ മന്തിയിലെ പൊടി പൊട്ടിക്കാം. ഇതൊക്കെ വലുതാണ് കേട്ടോ, മറ്റേനേക്കാളും. ഇത് മന്തി മനസ്സിലുള്ള പൊടി കമ്പയർ ചെയ്യുമ്പോൾ 2ലേക്കാളും ഇത് കുറച്ച് വലുതാണ്. ഇത് ഒരുപാട് റൈസ് ഉണ്ട് കേട്ടോ. ഒരു ക്വാർട്ടർ മന്തിയിൽ ഇത്രയും റൈസാണ്. ഒരു തക്കാളി ചട്നി, ഒരു മയനൈസ്, ഒരു മറ്റേ കിതാപ്പ്, സലാഡ്, ഇത്രയും സാധനങ്ങളാണ് നമുക്കവർ തന്നിരിക്കുന്നത്. സുഹൃത്തുക്കളെ, വണ്ടിക്കകത്തിരുന്ന് കഴിക്കുന്നതിന്റെ സാങ്കേതിക തകരാറുകൾ മൂലം ഞാൻ നേരെ ആ പാഴ്സലും കൊണ്ട് വീട്ടിലിരുന്നാണ് പിന്നെ ബാക്കി ഷൂട്ട് ചെയ്തത്. മര്യാദയ്ക്ക് ഇരുന്ന് കഴിച്ച് നിങ്ങളെല്ലാം കാണിക്കണ്ടേ. അപ്പോൾ വണ്ടിക്കകത്തിരുന്ന് അത് ഭയങ്കര ബുദ്ധിമുട്ട്. എന്നാൽ ഇരുട്ടും കൂടി. ഇത് ജേറൽ മന്തിയിലത്. ഇനി നമുക്ക് മറ്റത് മന്തി മത്സലിനകത്ത് റൈസ് ഉണ്ട് അത്യാവശ്യം. പക്ഷെ റൈസിന്റെ ക്വാണ്ടിറ്റി ജേറൽ മന്തിയിൽ വളരെ കൂടുതലാണ്. ഇതിനകത്ത് ക്വാണ്ടിറ്റി ചിക്കൻ കണ്ട മാതിരി എനിക്ക് കുറച്ചുകൂടി ജ്യൂസി ആയിട്ട് ഫീൽ ചെയ്തത് ജേറൽ മന്തിയിലെ ചിക്കനാണ് കേട്ടോ. ലൈക്ക് ഇത് കുറച്ച് ഡ്രൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. അതായത് ഇതും സെയിം ക്വാണ്ടിറ്റിയാണ്, കുറച്ച് ചെറുതാണ്, പീസ് കുറച്ച് ചെറുതാണ്. ഇത് കുറച്ചുകൂടി ഡ്രൈ ആണ്, മറ്റത് കുറച്ചുകൂടി ഡ്രൈ അല്ല എന്ന് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, അതിന്റെ കൂടെ നമുക്കൊരു തക്കാളി ചട്നി, ഒരു മയനൈസ് മാത്രമേ ഉള്ളൂ, സലാഡ് ഇല്ല. അപ്പൊ ഞാൻ 2 പോർഷനായിട്ട് തിരിയുണ്ട്. ഇത് നമ്മുടെ മന്തി മത്സ്യം, ഇത് നമ്മുടെ ജേറൽ മന്തിയിലെ സാധനമാണ്. ഓക്കെ, നമുക്ക് മയനൈസ് എല്ലാം വെച്ചിട്ട് ഇനി വെച്ച് നോക്കാം. ആദ്യം ജേറൽ മന്തിയിലെ തക്കാളി ചട്നി. ഓക്കെ, തക്കാളി ചട്നി കുറച്ച് ഒഴിക്കാം. മയനൈസ് കുറച്ച്, കുറച്ച് ചിക്കൻ, ഒരു ചിക്കൻ്റെ പീസ് ഇങ്ങനെ എടുക്കുക, അതിനകത്ത് ഇടുക. എന്നിട്ട് ഇതെല്ലാം കൂടെ വെച്ച് ഇങ്ങനെ കുഴയ്ക്കുക. തക്കാളി ചട്നിയുടെ പുളിപ്പൊക്കെ ഇങ്ങനെ കയറി നിൽപ്പുണ്ട്. യെസ്, ഇതിങ്ങനെ കഴിക്കുന്ന തുടങ്ങി നമ്മൾ കഴിച്ചുകൊണ്ടേയിരിക്കും. അന്തിമ മനസ്സിൽ തരാത്തത് വളരെ മോശമായിപ്പോയി. മന്തി മനസ്സിൽ തക്കാളി ചട്നിയും കൂടെ ഓപ്പൺ ആക്കി നോക്കാം. ഇത് തക്കാളി ചട്നിക്കകത്ത് ഇവര് സൂപ്പറേ. ഇത് സൂപ്പർ കേട്ടാ. ജേറൽ മന്തിയേക്കാൾ തക്കാളി ചട്നി ഇവരെ കിട്ടില്ല. ഒറിയാൻഡർ ലീഫ് ഒക്കെ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. സൂപ്പർ സാധനം. കുറച്ച് വയ്ക്കാം. അവരെ മയനൈസ് കുറച്ച് തിക്കാണ്, മറ്റേ കുറച്ച് വെള്ളം പോലെയാണ്. അതുപോലെ മയനൈസ് ഭയങ്കര കട്ടി, നല്ല കട്ടിയുള്ള മയനൈസ്. നോക്ക്, ഭയങ്കര കട്ടി.
മൈനസ് കൊള്ളാം, നല്ല കട്ടി മൈനസ്. കുറച്ച് മൈനസ് കൂടെ ഇട്ടിട്ട് നമുക്ക് ഒരു പിടി പിടിച്ചോളാം. മൈനസും തക്കാളി ചട്നിയും ഇട്ടിട്ട് എൻ്റെ പീസ് ഇങ്ങനെ എടുത്ത് ഇതിലിങ്ങനെ ഇട്ടിട്ട് അതിങ്ങനെ കുഴച്ച് ഞാനേ അത് ഫുള്ള് കഴിച്ചു തീർത്തിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ വേർഡിക്റ്റ് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ. നോക്കൂ സുഹൃത്തുക്കളെ, ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടിക്കകത്തിരുന്ന് കഴിക്കണമെന്നാണ് ആഗ്രഹിച്ചത്. പിന്നെ ഇത് കംഫർട്ടബിൾ അല്ലാത്തത് കൂടെ ഞാൻ നേരെ വീട്ടിൽ വന്നിരുന്നിട്ട് കഴിക്കാൻ അതാണ് കാരണം. ഇനി ഇതിന്റെ വേർഡിക്റ്റ് ഞാൻ പറഞ്ഞുതരാം. പേഴ്സണലി എനിക്ക് റൈസ് ഇഷ്ടപ്പെട്ടത് സെറൽ മന്തിയിലെ റൈസ് ആണ്. പക്ഷെ ചിക്കൻ ഇഷ്ടപ്പെട്ടത് മന്തി മനസ്സിലെ ചിക്കൻ ആണ്. രണ്ടും ആവറേജ് സൈസ് പീസാണ്. കുറച്ചുകൂടി ഒരു അല്പം വലിയ പീസും കുറച്ചുകൂടി റൈസിന് ക്വാണ്ടിറ്റിയും കിട്ടിയത് സെറൽ മന്തിയിൽ നിന്നാണ്. സെറൽ മന്തിയിൽ ഏകദേശം റൈസ് 2-3 പേർക്ക് കഴിക്കാനുള്ള റൈസ് അതിനകത്തുണ്ട്. മന്തി മനസ്സിലും അത്യാവശ്യം റൈസ് ഉണ്ട്. പക്ഷെ എനിക്ക് മന്തി മനസ്സിൽ തന്ന റൈസാണ് ഇഷ്ടം. കാരണം അത് ഒരു ക്വാർട്ടർ വാങ്ങുമ്പോൾ നമുക്ക് അത്ര റൈസിന്റെ ആവശ്യമേ ഉള്ളൂ. ഒരുപാട് റൈസ് എന്നാൽ ചിലപ്പോൾ നമുക്ക് അത്ര റൈസ് കഴിക്കാൻ പറ്റില്ല. അപ്പം സെറൽ മന്തിക്കകത്ത് ഒരുപാട് റൈസ് അധികമാണ് തന്നത്. റൈസ് എനിക്ക് വേണ്ടി വരില്ല. ഒരാൾ കഴിക്കാൻ വേണ്ടി പാഴ്സൽ വാങ്ങുകയാണെങ്കിൽ അത്ര വേണ്ടി വരില്ല. പക്ഷെ 2 പേര് കഴിക്കാൻ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ ആ റൈസ് ഉണ്ട്. പിന്നെ സെറൽ മന്തിക്കകത്ത് നമുക്ക് ഒരു സാധനം എക്സ്ട്രാ തരും. അതായത് നമ്മൾ ആ സലാഡ് തരും, മറ്റേതിൽ ആ സലാഡ് ഇല്ല. ഇനി മൈനേസിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മൈനേസ് മാത്രം കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ മന്തി മനസ്സിലെ മൈനസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ അവരുടെ തക്കാളി ചട്നിയും അതും വളരെ തിക്കാണ്, നല്ല സാധനമാണ്, നല്ല സ്മെല്ലുള്ള നല്ല അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അവരുടെ തക്കാളി ചട്നി. ഇത് രണ്ടും മന്തി മനസ്സിലാണ് നല്ലത്. അതുപോലെ ചിക്കൻ ടേസ്റ്റും കൂടുതലും മന്തി മനസ്സിലാണ്. ബട്ട് റൈസ് എനിക്ക് ഇഷ്ടപ്പെട്ടത് സെറൽ മന്തിയിലാണ്. ഇനി ബെറ്റർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെറൽ മന്തിയിലെ മൈനസ് കുറച്ച് കട്ടി കുറവുള്ളതാണ് സെറൽ മന്തിയിൽ. അതുപോലെ തന്നെ സെറൽ മന്തിയിലെ തക്കാളി ചട്നിക്കാൾ ഒരുപാട് ബെറ്ററാണ് മന്തി മനസ്സിൽ തക്കാളി ചട്നി. അത് ഞാൻ പറയും. മൈനേസും. ബട്ട് ഒരു കാര്യമുള്ളത്, നമ്മൾ ഇതെല്ലാം കൂടി മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ ചിക്കനും മൈനേസും റൈസും മിക്സ് ചെയ്ത് മന്തി മനസ്സിൽ കഴിക്കുമ്പോഴത്തേക്കും എനിക്ക് മൈനേസിന്റെ ടേസ്റ്റ് ആണ് കൂടുതലായിട്ട് മുന്തിയുന്നത്. ചിക്കന്റെ ടേസ്റ്റിന് അത് ഓവർ പവർ ചെയ്യുന്നതായിട്ട് ഫീൽ ചെയ്തു. മൈനേസിന്റെ ടേസ്റ്റ് കൂടുതലായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ മൈനേസിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ട ആൾക്കാർക്കാണെങ്കിൽ മന്തി മനസ്സിലുള്ള സാധനം കിടിലമായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ബട്ട് പേഴ്സണലി എനിക്ക് സെറൽ മന്തിയിലാണ് ഇഷ്ടപ്പെട്ട കാര്യം. മൊത്തത്തിൽ എല്ലാവരും മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴത്തേക്കും സെറൽ മന്തിയിലെ മന്തിയാണ് കുറച്ചുകൂടി ഒരു പടിക്ക് മുകളിലായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ടേസ്റ്റ് വൈസ്. പക്ഷെ ചിക്കൻ മാത്രം നമ്മൾ എടുത്ത് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ചിക്കന്റെ ഒരു ഫ്ലേവറോ ടേസ്റ്റോ കൂടുതലായിട്ട് കിട്ടിയത് മന്തി മനസ്സിലാണ്. ആസ് എ ഹോൾ ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് പേഴ്സണലി മൊത്തത്തിൽ നമ്മൾ കുഴച്ച് മറിച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ സെറൽ മന്തിയിലെ മന്തിയാണ് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടത്. പക്ഷെ മന്തി മനസ്സിലെ മന്തി ഒട്ടും പിറകിലല്ല. നമുക്കൊരു 5-ൽ 4.8 മന്തി മനസ്സിൽ കൊടുക്കുകയാണെങ്കിൽ ഒരു 5 ഔട്ട് ഓഫ് 5 നമുക്ക് സെറൽ മന്തിയിൽ കൊടുക്കാം. ഇങ്ങനെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. രണ്ടുപേരും നല്ല വൃത്തിയോടെയാണ് ഷോപ്പ് മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ളത്. 2 ടീംസും നല്ലപോലെ ചെയ്തിട്ടുണ്ട്. അക്കാര്യത്തിൽ അവർ രണ്ടുപേരും നല്ലതാണ്. പിന്നെ ഈ ടേസ്റ്റിൻ്റെത് എനിക്ക് പേഴ്സണൽ അഭിപ്രായമാണ്. നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ അഭിപ്രായം ഉണ്ടായിരിക്കുമല്ലോ. സോ ഏറ്റവും കൂടുതൽ പോൾ വന്നതിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 ഷോപ്പാണിത്. തിരുവനന്തപുരത്തെ ബെസ്റ്റ് മന്തി ഏതെന്ന് ചോദിച്ചപ്പോഴത്തേക്ക് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇട്ട പോളിൽ നിന്ന് തിരഞ്ഞെടുത്ത 2 ഷോപ്പാണ്. സോ അപ്പൊ നിങ്ങൾ തന്നെ പറയാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മന്തി ഷോപ്പ് ഇനി ഏതാണ്. അടുത്ത വീഡിയോ ഞാൻ വേറെ ഷോപ്പിന്റെ പോൾ ഇൻസ്റ്റാഗ്രാമിൽ ഇടുന്നതായിരിക്കും. സോ എല്ലാവരും ഇൻസ്റ്റാഗ്രാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കുക. അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഷോപ്പ് ഏതാണെന്നുള്ളത് നിങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ ഷോപ്പിൽ പോയിട്ട് റിവ്യൂ ചെയ്യുന്നതായിരിക്കും. ഷോപ്പ് കണ്ട് ആ ഷോപ്പിന് ഇഷ്ടപ്പെട്ട അവിടുത്തെ ഫുൾ കാര്യങ്ങൾ നോക്കി എടുത്ത് പഠിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇട്ട് ചെയ്യുന്നതായിരിക്കും. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും